എറണാകുളം നെട്ടൂരിൽ +2 വിദ്യാർത്ഥിനി കായലിൽ വീണു. കാൽ വഴുതി വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ ആരംഭിച്ചു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, നെട്ടൂരിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. +2 വിദ്യാർത്ഥിയാണ് കായലിലേക്ക് വീണത്. കാൽ വഴുതി വീണു എന്നുള്ളതാണ് നിഗമനം. പോലീസും ഫയർഫോഴ്സും ചേർന്ന് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയ്ക്കത്തുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടുമില്ല. തെരച്ചിൽ അത് പുരോഗമിക്കുന്നു. നവമി ദിനേശ് അവിടെ നിന്ന് അല്പസമയത്തിനകം നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കും. നെട്ടൂരിൽ പോലീസിനെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ അത് പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ. +2 വിദ്യാർത്ഥി കായലിലേക്ക് കാൽ വഴുതി വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നെട്ടൂരിലാണ് +2 വിദ്യാർത്ഥി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പറയുന്നത്? എൽദോ, ഇന്ന് രാവിലെ 6:30-ക്കായിരുന്നു ഫിദ ഇവിടേക്ക് വന്നത്. നമുക്ക് ഈ കാണുന്ന ഈ ഒരു പുഴയിലാണ്, ഈ ഒരു കായലാണ്. ഇവിടെയാണ് ഫിദ രാവിലെ വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആഹാരത്തിന്റെ വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങുകയും ഈ സമയത്ത് ഈ പുഴ നല്ല വെള്ളം ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പുഴയിലേക്ക് ഇറങ്ങി നല്ല ചെളി ഉള്ള ഭാഗം കൂടിയാണ്. അതിനുശേഷം പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഈ പുഴയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് കാല് പുതഞ്ഞതിന് ശേഷം ഫിദ വെള്ളത്തിലേക്ക് വീണു എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും രാവിലെ 6:30-ക്ക് ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം ഫിദയുടെ അമ്മ അച്ഛനെയും ഒപ്പം തന്നെ നാട്ടുകാരെയും വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ ഇവിടെ എത്തി അവരുടേതായ രീതിയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫിദയെ ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ ചെളിയുണ്ട്, ഒപ്പം അടിയൊഴുക്കുമുണ്ട്. അതാണ് ഇപ്പോൾ ഒരു തിരച്ചിലിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും ക്യൂബ സംഘവും ഒക്കെ ഇവിടെ എത്തി. രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിൽ ഒരു തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരേക്കും എവിടെയാണ് ഫിദയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നല്ല അടിയൊഴുക്കുള്ളതിനാൽ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. എന്നാലും എല്ലാ ഭാഗത്തും സമഗ്രമായിട്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസും ഫിദയുടെ മാതാപിതാക്കളോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. മരട് നഗരസഭാ ചെയർപേഴ്സൺ അടക്കം ഇവിടെ എത്തുകയും മറ്റ് അധികൃതരൊക്കെ ഇവിടെ എത്തി ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഉടൻ തന്നെ ഫിദയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ 7 മണി മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു അടിയൊഴുക്കുള്ളതിനാൽ ഈ ഒരു ഫിദയെ ഈ ചെളിയിൽ പൂന്ത് കിടക്കുകയാണോ അതോ ഒഴുകി പോവുകയാണോ, എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും എല്ലാ വിധത്തിലും പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലുമൊക്കെ ഈ നീന്തൽ വിദഗ്ധർ നടത്തിയിരുന്നു. പക്ഷെ അവിടെയൊന്നും നല്ല അടിയൊഴുക്കുള്ളതിനാൽ കൂടുതൽ താഴത്തേക്ക് പോകാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എല്ലാ വിധത്തിലുള്ള തിരച്ചിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഫിദയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളും കരുതുന്നത്. ഇവിടെ രാവിലെ തന്നെ അയൽക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടേക്ക് അധികം ആരും വരാത്തൊരു പ്രദേശം കൂടിയാണ്. കാരണം ഈ ഒരു പുഴയുടെ ഒഴുക്ക് വേലിയേറ്റ സമയമായതിനാൽ ഈ പുഴ കരയിലേക്ക് നല്ല രീതിയിൽ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങാത്തവരായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഇവിടേക്ക് ആരും വരികയോ അല്ലെങ്കിൽ പുഴയിലേക്കോ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഫിദയും കുടുംബവും ഇവിടേക്ക് താമസം മാറിയിട്ട് 1.5 മാസമേ ആയതുള്ളൂ. നിലമ്പൂർ സ്വദേശികളാണ്. അപ്പോൾ ഈ ഒരു പ്രകൃതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പുഴയെക്കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ലാത്തതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് ഇവരെ തള്ളിവിട്ടത് എന്ന് തന്നെയാണ് അയൽക്കാരും ഒക്കെ പറയുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൽദോ, നവമി, ഈ ഫിദയ്ക്ക് ഈ പരിസരമൊക്കെ നന്നായി അറിയാവുന്ന ആളല്ലേ? മാത്രമല്ല ഈ നീന്തൽ പരിചയമുള്ള കുട്ടിയാണോ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അവരെന്താണ് പ്രതികരിക്കുന്നത് ഈ ഫിദയുടെ ഈ പ്രദേശത്തെ പറ്റിയുള്ള അറിവിനെ പറ്റി? എൽദോ, ഇവരിവിടെ വന്നിട്ട് 1.5 മാസമേ ആയുള്ളൂ. നിലമ്പൂർ സ്വദേശികളാണ്. 1.5 മാസമേ ആയുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട്. അപ്പോൾ ഇവർക്ക് കാര്യമായി ഈ പുഴയെ പറ്റിയൊന്നും വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. അത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് ഇവരുമൊക്കെ പറയുന്നത്. ഈ പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പുഴയുടെ ഒരു സ്വഭാവമൊക്കെ അറിയുള്ളൂ. ഇവർക്ക് ഈ ഫിദയും ഫാമിലിയും ഇങ്ങോട്ടേക്ക് വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇവർ രാവിലെ ഈ ഭക്ഷണം കളയുന്നതിന് വേണ്ടി പുഴയിലേക്കാണ് അവർ കളയുന്നത്. ആ വിധത്തിൽ
ഇവിടേക്ക് വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്ന് അവരും കരുതിയില്ല. ഫിദയ്ക്ക് നീന്തലും അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു പുഴയെ സംബന്ധിച്ച് നല്ല ഒഴുക്കുള്ളൊരു സാഹചര്യമാണ്. ഇവർക്ക് അധിക നാളായില്ല ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ടൊക്കെ. അപ്പോൾ ഇനി എന്താണ്, ഏത് രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് കരുതുന്നത്? എന്ത് പറഞ്ഞ നല്ല അടിയൊഴുക്കുണ്ടോ അവിടെ, നല്ല അടിയൊഴുക്ക, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അല്ല, ഇവിടെ രാവിലെ മുതൽ തന്നെ തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ നല്ല അടിയൊഴുക്കുള്ളത് കൊണ്ട് ഈ തെരച്ചിൽ നടത്തുന്നവർക്കും ഉള്ളിലേക്ക് കടക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ്. അതെ അതെ, എല്ലാം മുള്ളിനൊക്കെ ഉണ്ടല്ലോ, മുള്ളി അതൊക്കെ ഒടിഞ്ഞ് പുഴയിലൊക്കെ കിടക്കണ്ടാവും, പാടാനെടുക്കാം. ഇവിടേക്കൊന്നും അധികം ആൾക്കാർ വരാത്തൊരു പ്രദേശം കൂടിയാണല്ലേ? അതെ അതെ, ആരും ഉള്ളിൽ പുഴയിലേക്കൊന്നും ഇറങ്ങാത്ത ഒരു സ്ഥലം കൂടിയാണ്. അതെ അതെ. എൽദോ, അതാണ്, ഈ ഭാഗത്തേക്ക് അധികം ആരും വരില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ് ഫിദയുടെ വീടും. അച്ഛനും അമ്മയും 3 മക്കളും, അതിൽ മൂത്ത മകളാണ് ഫിദ. രാവിലെ ഇത്തരത്തിൽ ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടി വന്നതാണ്. ഫിദയ്ക്കൊപ്പം അമ്മയും ഈ സംഭവ സമയത്ത് ഇവിടെ ദൃക്സാക്ഷിയായിരുന്നു. മകൾ ഇങ്ങനെ പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് പുഴയിലേക്ക് വീണു പോയി എന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും അമ്മയോട് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഫിദയുടെ അച്ഛനെ വിവരം അറിയിക്കുകയും അച്ഛനും പിന്നീട് നാട്ടുകാരും ഒക്കെ വന്ന് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം, തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ വിളിച്ച് വിവരം അറിയിക്കുകയും അവർ വന്ന് പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയും വേഗം ഫിദയെ കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിനെപ്പറ്റി വലിയ ധാരണ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് അവർ വരില്ലായിരുന്നു എന്ന് രാവിലെ തന്നെ നാട്ടുകാർ നമ്മളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വെൽദോ, നവമി, അപ്പോൾ അതായത് ഈ കുഞ്ഞ് ആ +2 വിദ്യാർത്ഥിയായ ഫിദ അവിടെ ആ പാത്രം കഴുകുകയും ഫുഡ് നിക്ഷേപിക്കുകയും ചെയ്യുന്ന സമയത്ത് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ നോക്കി നിൽക്കുകയാണോ ഇത്തരത്തിലുള്ള അപകടം? അതെ, തീർച്ചയായും എൽദോ, അത് തന്നെയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടി. അമ്മ നോക്കി നിൽക്കുകയാണ് മകൾ ഇതിലേക്ക് വെള്ളത്തിലേക്ക് വീണു പോകുന്നത്. ആ സമയത്ത് വേണ്ട രീതിയിൽ നമുക്ക് ഒരു ചേട്ടാ ഉള്ളില് നല്ല നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഏറ്റവും പിന്നീട് അങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റില്ല. നല്ല അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്കും ഏറ്റവും ടൈമായി. എവിടെയെങ്കിലും കാലും കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വല കിട്ടും നമുക്ക്. വല നമ്മൾ നീട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും എന്തോ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തകൻ കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. അവർ എന്തായാലും വല ഇട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വലയിൽ അകപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് കണക്കാക്കിക്കൊണ്ട് ഇവർ തന്നെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഫിദ രാവിലെ ഈ പാത്രം കഴുകാൻ ഇറങ്ങിയ ഭാഗത്തും അതിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ വല ഇട്ടിട്ടുണ്ട്. വല പിടിക്കുകയാണ്. എന്തായാലും ഈ ചെളിയിൽ പൂന്ത് കിടക്കുന്നുണ്ട് എങ്കിൽ ഈ വലയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ അടിയൊഴുക്കുള്ളതിനാൽ അത് ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും എത്രയും വേഗം ഫിദയെ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. അവരുടെ രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. പുഴയിലേക്ക് ഇറങ്ങിയും ഈ അടിയൊഴുക്കുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷെ എങ്ങു നിന്നും കണ്ടെത്തിയിട്ടില്ല. നല്ല ഒഴുക്കുണ്ട്, വേലിയേറ്റ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം ദുഷ്കരമായിട്ടുണ്ട്. രാവിലെ അമ്മയോടൊപ്പം അമ്മയും ഈ സംഭവ സമയത്ത് ദൃക്സാക്ഷിയായിരുന്നു. അമ്മയാണ് ആദ്യം നാട്ടുകാരെയും ഫിദയുടെ പിതാവിനെയൊക്കെ വിവരം അറിയിച്ചത്. ഇപ്പോൾ ഈ നല്ല രീതിയിൽ വെള്ളം, ഈ ചെളി മാഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഫിദ ഈ സമയത്ത് രാവിലെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ഈ ചെളിയിലേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം ഈ പാത്രം കഴുകാനായി ശ്രമിച്ചത്. അപ്പോഴാണ് ഈ ചെളിയിൽ അകപ്പെടുകയും പിന്നീട് വെള്ളത്തിനുള്ളിലേക്ക് വീണു പോയത് എന്ന് ആണ് അമ്മ പറയുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ക്യൂബ ഡൈവേഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി തുടരണം അവിടെ, കാരണം ഫിദയ്ക്കായുള്ള തെരച്ചിൽ അത് പുരോഗമിക്കുന്നു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. രാവിലെയാണ് +2 വിദ്യാർത്ഥിയായിട്ടുള്ള ഫിദ. ആ പ്രദേശത്തെ പറ്റി അത്ര ഗ്രാഹ്യം ഫിദയ്ക്കുണ്ടായിരുന്നില്ല. ഫിദയും വീട്ടുകാരും അവിടെ താമസം ആരംഭിച്ചിട്ട് 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ.
ഒരുപക്ഷെ ആ അജ്ഞതയാവാം അത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. ഈ കായലിന്റെ സ്വഭാവത്തെ പറ്റിയുള്ള ധാരണയില്ലായ്മയൊക്കെ തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. റൈറ്റ്, ഓക്കെ, നമുക്ക് നവമിയിലേക്ക്